ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A2Z ടിക്സിൻ്റെ ഡെയിലി ജോബ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട തൊഴിൽ വാർത്തകളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 8 മണിക്കായിരിക്കും നമ്മുടെ തൊഴിൽ വാർത്തകൾ അപ്ലോഡ് ചെയ്യുന്നത്. തുടർച്ചയായ എല്ലാ ന്യൂസുകളും ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ കൂടിയും എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താൽ തീർച്ചയായും അവർക്കും കൂടി ഉപകാരപ്പെടുന്നതാണ്. നമ്മുടെ 17ാമത്തെ എപ്പിസോഡാണ് നോക്കാം. നമുക്ക് ഒന്നാമത്തെ താൽക്കാലിക ഒഴിവെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അഗ്രോ സർവീസ് സെന്ററിൽ ഫെസിലിറ്റർ, അതുപോലെ തൊഴിലാളി എന്നീ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദവും അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും 3 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ VHSC അഗ്രികൾച്ചറും 5 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് ഫെസിലിറ്ററുടെ യോഗ്യത. 4ാം ക്ലാസും കാർഷിക സേവന സന്നദ്ധയുമാണ് തൊഴിലാളിയുടെ യോഗ്യത. അപേക്ഷാ ഫോറം മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിൽ ലഭിക്കും. താല്പര്യമുള്ളവർ പ്രായം, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് സഹിതമുള്ള അപേക്ഷ ഓഗസ്റ്റ് 8-നകം മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിൽ നൽകണം. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. 94 46 36 73 12 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് സംശയങ്ങൾ തീർക്കാവുന്നതാണ്. ഇപ്പോൾ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന നഴ്സുമാർക്ക് തൊഴിലവസരവുമായി നോർക്ക റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. UAE എമിറേറ്റ്സ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നോർക്ക റൂട്ട്സ് മുഖേന നഴ്സുമാരെ നിയമിക്കുന്നുണ്ട്. ജനറൽ OPD, മെഡിക്കൽ സർജിക്കൽ വാർഡ്, OT, LDR ആൻഡ് മിഡ്വൈഫ്, അതുപോലെ NICU, ICU ആൻഡ് എമർജൻസി നഴ്സറി, എൻഡോസ്കോപ്പി, കാത്ലാബ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ. BSc നഴ്സിംഗും ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള 40 വയസ്സിന് താഴെ പ്രായമുള്ള വനിതാ നഴ്സുമാർക്കാണ് നിയമനം. ദുബായ് ഹെൽത്ത് അതോറിറ്റി DHA ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, ലൈസൻസിൻ്റെ പകർപ്പ്, പാസ്പോർട്ടിൻ്റെ പകർപ്പ് എന്നിവ സഹിതം ഓഗസ്റ്റ് 31 മുമ്പായി rmt1.norca@kerala.gov.in സമർപ്പിക്കേണ്ടതാണ്. നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോർക്കയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട്. 1800 405 39 ഇന്ത്യയിൽ നിന്ന് വിളിച്ചാൽ കിട്ടുന്നതാണ്. വിദേശത്തു നിന്നാണെങ്കിൽ 0018880220122345. അതുപോലെ തന്നെ മിസ്ഡ് കോൾ സേവനം ഉണ്ടായിരിക്കുന്നതാണ്. 0471277057 എന്ന നമ്പറും 0471277054 എന്ന നമ്പറുകളിലും ലഭിക്കുന്നതാണ്. പിന്നെ നോർക്ക തൊഴിൽ പരിശീലനം നടത്തുന്നുണ്ട് ITIയിൽ. തൊടട ഗവൺമെൻറ് ITIയിൽ ആരംഭിക്കുന്ന 3 മാസത്തെ നോർക്ക റൂട്ട്സ് തൊഴിൽ വൈദഗ്ധ്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ, സർട്ടിഫിക്കറ്റ് കോഴ്സ് NCCTV, അതുപോലെ CNC പ്രോഗ്രാമിംഗ് കം ഓപ്പറേറ്റർ, ഇൻറ്റീരിയർ ഡിസൈനിങ് വിത്ത് CAD, ഓട്ടോകാഡ് 2D ആൻഡ് 3D കോഴ്സുകളിലാണ് പരിശീലനം. കോഴ്സ് ഫീസ് 75% ഇളവ് ലഭിക്കും. 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. വിശദവിവരങ്ങൾ www.norcaroots.net എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. SC ST വിഭാഗത്തിനും BPL വിഭാഗത്തിൽപ്പെടുന്നവർക്കും കോഴ്സ് ഫീ സൗജന്യമാണ്. അടുത്തത് സൈക്കോളജി അപ്രന്റീസിൻ്റെ താൽക്കാലിക നിയമനമാണ്. ശ്രീ സ്വാതി തിരുനാൾ സർക്കാർ സംഗീത കോളേജിൽ ജീവനി മെൻ്റൽ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം പദ്ധതിയുടെ ഭാഗമായി ഒരു സൈക്കോളജി അപ്രന്റീസിൻ്റെ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. പ്രതിമാസം 16,000 രൂപ വേതനാടിസ്ഥാനത്തിലായിരിക്കും. 2020 മാർച്ച് 31 വരെ നിലവിലെ സർക്കാർ ഉത്തരവുകൾക്ക് വിധേയമായിരിക്കും നിയമനം. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമുള്ള ക്ലിനിക്കൽ സൈക്കോളജി പ്രവൃത്തി പരിചയമുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ 13-ന് രാവിലെ 11-ന് കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുക്കണം. വിദ്യാഭ്യാസ യോഗ്യതകൾ, മാർക്ക് ലിസ്റ്റുകൾ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ മുതലായവ അസലും പകർപ്പുകളുമായി അഭിമുഖ സമയത്ത് ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്ന കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച ജീവനി കോളേജ് മെൻ്റൽ ഹെൽത്ത് അവയർനെസ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ ഒരു സൈക്കോളജി അപ്രന്റീസിനെ വീണ്ടും നിയമിക്കുന്നുണ്ട്. സൈക്കോളജി ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഓഗസ്റ്റ് 9 രാവിലെ 11-നാണ്.
ITIകളിൽ അപ്രന്റീസ് പരിശീലനം നടത്തുന്നുണ്ട്. പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള 9 ITIകളിലേക്ക് അപ്രന്റീസ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റുമാരെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കോപ്പ ഓർ DCA ഓർ സർട്ടിഫിക്കറ്റ് മലയാളം കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും അപേക്ഷിക്കാം. പ്രതിമാസം 10,000 രൂപ സ്റ്റൈപ്പൻഡോടുകൂടി 1 വർഷത്തേക്കാണ് പരിശീലനം. ഒരു പ്രാവശ്യം പരിശീലനം ലഭിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. ബയോഡാറ്റ ഉൾപ്പെടെ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, ജാതി, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യതകൾ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെയും മാർക്ക് ലിസ്റ്റുകളുടെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഓഗസ്റ്റ് 17 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ, അയ്യൻകാളി ഭവൻ, കനകനഗർ, വെള്ളയമ്പലം, കവടിയാർ PO എന്ന വിലാസത്തിൽ ലഭിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അപ്രന്റീസ് ആക്ട് അനുസരിച്ചുള്ള നിബന്ധനകൾ ബാധകമായിരിക്കുമെന്ന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന നമ്പർ 047123142238 നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത് അറബിക് അധ്യാപകൻ്റെ ഒരു ഒഴിവ് വന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ മുതലമട GLPS അറബിക് അധ്യാപക തസ്തികയിൽ ഒഴിവ് വന്നിട്ടുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. താല്പര്യമുള്ളവർ ഓഗസ്റ്റ് 5 രാവിലെ 10:30 ഓഫീസിൽ അസൽ സർട്ടിഫിക്കറ്റുമായി എത്തണമെന്ന് ഹെഡ് മിസ്റ്റർ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ രജിസ്ട്രാർ ഓഫീസിലെ പാർട്ട് ടൈം സ്വീപ്പർ ഓഗസ്റ്റ് 7 മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടവർ അവർ 7-ാം തീയതിയാണ് പോകേണ്ടത്. കൊച്ചി രജിസ്ട്രേഷൻ വകുപ്പ് ജില്ലയിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന പാർട്ട് ടൈം സ്വീപ്പർ നിയമിക്കുന്നതിന് ഓഗസ്റ്റ് 5 ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 7 നടത്തുക. അപ്പോൾ ഓഗസ്റ്റ് 5 ഈ ഒരു തസ്തികയിലേക്ക് ഇൻ്റർവ്യൂ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. അത് ഓഗസ്റ്റ് 7 മാറ്റിയിട്ടുണ്ട്. ഇൻ്റർവ്യൂ സംബന്ധിച്ച് മറ്റു കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ലാത്തതാണ് ജില്ലാ രജിസ്ട്രാർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 5 നടത്തുന്നത് ഓഗസ്റ്റ് 7 മാറ്റിയെന്നുള്ളൂ. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ നിയമനം നടത്തുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നഗരസഭയിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിനായി ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയറെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. അഭിമുഖം ഈ മാസം 12 രാവിലെ 11 നഗരസഭ ഓഫീസിൽ നടത്തും. ഗവൺമെൻറ് അംഗീകൃത സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. നഗരസഭാ പരിധിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എന്ന തസ്തികയിലേക്കാണ് നിയമനം. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് ഈ ഒരു അവസരമുള്ളത്. ഇപ്പോൾ നഴ്സറി ടീച്ചർ ആയ സെക്യൂരിറ്റി നിയമനം കാസർഗോഡ് ജില്ലയിലാണ് ഈ ഒരു അവസരം. കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ കയ്യൂരിലെ ബഡ്സ് സ്കൂളിൽ ആയ സെക്യൂരിറ്റി തസ്തികകളിലേക്കും പള്ളിപ്പാറയിലെ ശിശു മന്ദിരത്തിൽ നഴ്സറി ടീച്ചറുടെ ഒഴിവിലേക്കും നിയമനം നടത്തുന്നുണ്ട്. അഭിമുഖം ഈ മാസം 5 രാവിലെ 11 പഞ്ചായത്ത് ഓഫീസിൽ നടത്തും. ബഡ്സ് സ്കൂൾ ആയ തസ്തികയിലേക്കുള്ള യോഗ്യത 8-ാം ക്ലാസ്സും സെക്യൂരിറ്റി തസ്തികയിലേക്ക് 10-ാം ക്ലാസ്സുമാണ് പറഞ്ഞിരിക്കുന്നത്. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിശു മന്ദിരം ടീച്ചർ തസ്തികയിലേക്ക് 10-ാം ക്ലാസ് ഓർ തത്തുല്യം കേരള ഓർ ട്രാവൻകൂർ സർക്കാരിൻ്റെ നഴ്സറി ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് വെൽഫെയറിൻ്റെ നഴ്സറി ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് ചൈൽഡ് വെൽഫെയറിൻ്റെ ബാലസേവിക ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഓർ കമ്മീഷൻ ഫോർ ഗവൺമെൻറ് എക്സാമിനേഷൻ കേരളയുടെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്നുള്ളവർക്ക് ഈ ഒരു ടീച്ചർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. എന്നിവയാണ് യോഗ്യത. പ്രവൃത്തി പരിചയം അഭിലഷണീയമാണ്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഉള്ള ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും ജോബ് അപ്ഡേറ്റ്സുകളാണ് ഇന്ന് നിങ്ങൾക്കുമായി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള എല്ലാ ജില്ലകളിലും വരുന്ന ജോബ് അപ്ഡേറ്റ്സുകൾ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ് താൽക്കാലികമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തുടർന്നുള്ള എല്ലാ വീഡിയോകളും ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ആ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാം. മറ്റൊരു വീഡിയോ കൊണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.